കമ്മലും മാലയും ഒന്നും ഇടാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങി എന്നെ വിളിച്ചിട്ട് എൻ്റെ കൂടെ ഒരെണ്ണം വരെ വാടി, ഞാൻ വണ്ടി ഓടിച്ചോളാമെന്നും പറഞ്ഞോണ്ടിതാ നൈറ്റി ഇട്ട് ഷാൾ ഇട്ടുകൊണ്ട് വന്നതാ. കാട്ടിൽ കൂടെ അടി പോന്നേ, കുഴപ്പമില്ല, ആരും കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വൃത്തിയായിട്ടവൾ എന്നെ വിളിച്ചുകൊണ്ട് മെയിൻ റോഡിൽ കൂടെ തന്നെ കൊണ്ടുപോയി സ്കൂട്ടി കൊണ്ട്. എന്നിട്ടോ പോകുന്ന വഴിക്ക് കറക്റ്റ് ജംഗ്ഷനിൽ നിർത്തി പൊരിപ്പും വാങ്ങിച്ച്. അപ്പോൾ എൻ്റെ കോലം കണ്ടോ നിങ്ങൾ? നല്ല ബെസ്റ്റ് കോലം. അവളുടെ കോലമോ സൂപ്പർ. കാട്ടിൽ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഈ മെയിൻ റോഡിൽ കൂടെ തന്നെ ഇവൾ എന്നെ കൊണ്ടുപോയി നാണം കെടുത്തി. അതൊക്കെ വിട്. ഞങ്ങളീ പോകുന്നത് ഞങ്ങൾ നല്ലൊരു ക്യൂട്ട് അമ്മമ്മനെ കാണാനാണ്. അപ്പോൾ ഓൾറെഡി അവൾ മുന്നേ എന്നോട് പറഞ്ഞിടി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മമ്മനെ വീഡിയോ എടുക്കണമെന്ന്. പിന്നെന്താ സെറ്റ്. ഞങ്ങളുടെ അമ്മമ്മ ഉണ്ടായിരുന്നെങ്കിലോ, അപ്പം ഞാൻ അതാ ചിന്തിച്ചത്. വന്നപ്പോഴേ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ട് കേട്ടോ. പാവം നല്ല അമ്മമ്മ കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമ്മ എപ്പോഴും മിസ് ചെയ്യും. ഭാരതിയുടെ കൊച്ചുമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരൊരു വല്ലാത്ത പേരാട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു പേരാണ്. ഇവളിപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നതിനാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഓടി വന്നതാണ് റംബൂട്ടാൻ തിന്നാൻ വേണ്ടി. ഇവിടെ വന്നപ്പോൾ എന്തോ ലോകത്തെങ്ങും ഇല്ലാത്ത പുളിയുള്ള ഒരു റംബൂട്ടാൻ. അത് കഴിക്കുന്ന കാണുമ്പോഴേ തന്നെ എനിക്ക് തന്നെ ഭയങ്കര പുളിയായി. പക്ഷേ ഞാനെടുത്തത് ചുമന്ന കളറായ കാരണം മധുരമൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് നോക്കിയതാണ്. പക്ഷേ എൻ്റെ പൊന്നോ എന്തൊരു പുളിയാണ്. പൊതുവെ എനിക്ക് പുളിയോട് വലിയ താല്പര്യമില്ല. അങ്ങനെ അവിടുന്ന് അത് കവറിനകത്ത് പാക്ക് ചെയ്ത് വന്നു. പിന്നെ കൊണ്ടുപോയ പൊരിപ്പൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ചായയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മാമ്മ. വാവ ആയതുകൊണ്ട് വാവിൻ്റെ തലേന്ന് അരിയൊക്കെ അരച്ച് വെക്കുമായിരുന്നു. അമ്മാമ്മ കുറച്ച് തിരക്കായിരുന്നു. പക്ഷേ എങ്കിലും അമ്മാമ്മ വന്നിരുന്ന് നമ്മുടെ സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഇത് മഞ്ജുമയുടെ അച്ഛൻ്റെ അമ്മ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അതെല്ലാം കൂടെ ഒരു കവറിനകത്ത് പാക്ക് ചെയ്ത് നേരെ വീട്ടിൽ വന്നപ്പോൾ എന്തോ നവമി ഇതാണ്ട് പൊളിച്ച് തിന്നാനുള്ള പരിപാടി. നല്ല വൃത്തിയായിട്ട് കുഞ്ഞ് പൊളിച്ച് തിന്നുന്നുണ്ട്. പക്ഷേ നോക്കിയേ, നോ എക്സ്പ്രഷൻ. ഈ കുഞ്ഞിന് ഫീലിങ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഫീലിങ്സും ഇല്ല. പുളി എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പുളി ഇഷ്ടപ്പെടുന്നൊക്കെ ആൾക്കാരുണ്ടേ. നിങ്ങളിപ്പോൾ വലുതായിട്ട് എന്നെ തിരക്കുന്നില്ല. എൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മിസ്സിംഗ് ഒന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ വീഡിയോസ് ഇട്ട് നിങ്ങളെ ഞാൻ വെറുപ്പിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ.